ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ അമ്മയുടെയും ഡാഡിയുടെയും വെഡിങ് ആനിവേഴ്സറി ആണ് ഗൈസ്, ഏപ്രിൽ 10-ാം തീയതി. അപ്പോൾ നമ്മളതിന് ഗിഫ്റ്റ് വാങ്ങാൻ പോകണം. അപ്പം അമ്മ ഇപ്പം ആശുപത്രിയിൽ പോയിരിക്കുകയാണ്. അപ്പം നമ്മൾ പോവുകയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറങ്ങാൻ പോവും, നടക്കാൻ പോകുന്നൊക്കെ. അപ്പം അങ്ങനെ ഒരു നൈസ് കള്ളം പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഇറങ്ങാവേ. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ നടക്കുവാണ്. നമ്മളിപ്പോൾ കടയിലോട്ടാണ് പോകുന്നത്. അടുത്തുള്ള കിക്ക് എന്ന് പറഞ്ഞ കടയിൽ, അടുത്തല്ല, കുറച്ച് ദൂരം ഉണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് കിക്കി പോണോ യാവളി പോണോ? യാവളി പോയൊന്നും കിട്ടത്തില്ല, കിക്കി പോവാം. കിക്കല്ലാതെ ഇവിടെ അടുത്ത ഏതാ കടയുള്ള? അടുത്ത് വേറെ കടയൊന്നുമില്ല. ഓക്കെ, നമുക്ക് ഇങ്ങോട്ട് പോകാം. ഓക്കെ ഗൈസ്, ബൈ. അപ്പോൾ ഗൈസ്, അതാണ് നമ്മുടെ വീട് കേട്ടോ, അത് ആ കട. അപ്പോൾ നമ്മൾ നടക്കുവാണ്. കുറച്ച് ദൂരം ഉണ്ട്, ഒരു അരമണി. സ്പീഡ് പിച്ച് കളഞ്ഞല്ലോ. ഒരു അരമണിക്കൂർ നമുക്ക് നടക്കേണ്ടി വരും എന്തായാലും കേട്ടോ. എന്തായാലും നമുക്ക് നടക്കാം. അമ്മയുടെ ഫ്രണ്ട്സ് ഒന്നും ആരും കാണാതെ കണ്ടത്ത് പറയാതിരുന്ന ദൈവത്തിന് നന്ദി പറയാം. ഗിഫ്റ്റ് മേടിക്കുമ്പോൾ നമുക്കറിയില്ല, നമ്മൾ കടകളിലൊക്കെ കയറി നമ്മൾ പറഞ്ഞതല്ലേ. ശരിയാണല്ലോ അല്ലേ, എന്നാലും കുഴപ്പമില്ല, വാ നമുക്ക് നടന്നു പോവാം. ഇതുവഴിയാണ് അമ്മ പോയതിരിക്കുന്നത്. പിടിക്കാതിരുന്നാ മതി. കിച്ചി കിച്ചി ഡോറ. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് കുറച്ചങ്ങ് ദൂരം എത്തിക്കഴിയുമ്പോ കാണാവേ. ബൈ ബൈ. അപ്പൊ ഗൈസ്, നമ്മൾ നമ്മുടെ പാർക്കിൻ്റെ എത്താറായിട്ടുണ്ട്. ഇന്നലെ നമ്മൾ പോയ പാർക്ക്. അപ്പൊ ഈ വീഡിയോ ഞങ്ങൾ എടുക്കുന്നത് ഏപ്രിൽ 2-ാം തീയതിയാണ്. ഇത് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് എന്തായാലും ഒരു ഏപ്രിൽ 10th വേറെ വെഡിങ് ആനിവേഴ്സറി അന്നേരം അപ്ലോഡ് ചെയ്യാം. അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അവര് കണ്ട അവർക്ക് മനസ്സിലാവും. ഡാഡി ഞങ്ങൾ എന്നാ വീഡിയോ ഇടുന്നത് നോക്കിയിരിക്കുക. സോ അപ്പൻ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്ലാനും പൊളിഞ്ഞു പോകും. ഞാനിത് ഇതായിട്ട് കാണിച്ചു കഴിച്ചു. ഇന്നലെ ഞാൻ വാങ്ങിച്ചാണ് മെൻഡോസിന്റെ ഗ്രീൻ ആപ്പിളിന്റെ ചെറിയ ഫ്ലേവർ. അതുപോലെ ഗ്രീൻ ആപ്പിൾ അതുകൊണ്ടല്ലേ മിനിന്ന. പിന്നെ ഇത് മെൻഡോസിന്റെ സ്ട്രോബെറി ആണ്. സ്ട്രോബെറി എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ ഗൈസ്, നമുക്ക് നടക്കാം. ഇതാണ് നമ്മുടെ പാർക്ക് എത്തി കേട്ടോ. നമുക്ക് ബാക്കി നടക്കാം. ഓക്കെ. അപ്പൊ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞത് ചെറുതായിട്ടൊന്ന് മാറിപ്പോയായിരുന്നു. ഞാൻ 2-ാം തീയതിയാണ് വന്നത്. ഈ വീഡിയോ എടുക്കുന്നത് ഞങ്ങൾ 4-ാം തീയതിയാണ്. അത് പറഞ്ഞത് ചെറുതായിട്ടൊന്ന് മാറിപ്പോയായിരുന്നു. നീ മാറ്റി പറഞ്ഞില്ലല്ലോ. നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഗൈസ്, ഞങ്ങളിവിടെ കിക്കിന്റെ അടുത്ത് എത്താറായി. അപ്പം ഇപ്പൊ കുറച്ചുനാൾ ഞങ്ങളിവിടെ ഇരിക്കാൻ പോവാ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മള് ഏകദേശം കിക്കിന്റെ അടുത്ത് എത്താറായി. അപ്പൊ നടന്ന് മടുത്തു, കുറെ നേരമായി ചേച്ചി നടക്കാൻ തുടങ്ങി. അപ്പൊ മടുത്തു. അപ്പൊ നമുക്കൊന്ന് ബസ് സ്റ്റോപ്പിന്റെ ഇവിടെ ബസ് സ്റ്റോപ്പിന്റെ ഇവിടെ ഇരിക്കാന്ന് വിചാരിച്ചൊരു 5 മിനിറ്റ് ഇരിക്കില്ലായിരിക്കും. അതിനൊന്നും നമ്മൾ വീട്ടിൽ പോവേ. പിന്നെ ഇവിടെ ഇരിക്കാൻ മടുത്തു. അത് കുഴപ്പമില്ല. ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പ് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഇവക്ക് വലിയ തണുപ്പില്ലെന്നാണ് പറയുന്നത്. എനിക്കത് ഞാൻ വന്നില്ലല്ലോ, അതുകൊണ്ടായിരിക്കാം. പക്ഷെ ഞാൻ പുള്ളോറിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും തണുപ്പാവുമായിരിക്കും, അതുകൊണ്ടാണ്. ഓക്കെ, നമ്മൾ നടക്കുവാണ്. ചേച്ചി പുറകെ വരുന്നുണ്ട്. നമുക്ക് നടക്കാം. ചേച്ചി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് സിഗ്നലിൽ എത്തിയിട്ട് കാണാവേ. അപ്പൊ ഫ്രണ്ട്സ്, ഞങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റു. ഇനി ഞങ്ങൾ കിക്കിലേക്കുള്ള യാത്രയിലാണ്. അല്ല, കിക്കിലേക്ക് ചുമ്മാ പോകട്ടോ. അപ്പം ഇനി അവിടെ സിഗ്നലിൽ അവിടെ എത്തിയിട്ട് പിന്നെ അവിടെ പോണ്ട. സിഗ്നലിൽ അവിടെ എത്തിയിട്ട് നേരെ തന്നെ പോകണം എന്നാണ് പറഞ്ഞത്. എനിക്കറിയത്തില്ല. പിന്നെ മറ്റേ വഴിയെ പോയിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ വഴി എനിക്കറിയില്ല. നമ്മൾ നടന്നു വരുന്ന വഴിക്കുണ്ട് ഒരു പൂക്കളം, നല്ല രസമല്ലേ. പിന്നെ അവിടെ വിൻഡ് വീലുണ്ട്. അപ്പൊ നമുക്ക് അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെ നടന്നു വന്നു കഴിഞ്ഞപ്പോൾ അവിടെ കുറേ പൂക്കളൊക്കെ ഇങ്ങനെ നട്ടു വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് കുറച്ചും കൂടെ അങ്ങോട്ട് അവിടെ കണ്ടോ കാറ്റാടിമരം ഉണ്ട്, വിൻമിൽ. പിന്നെ കിക്കെത്തി. ഇതിപ്പോ സൂം ചെയ്ത് വെച്ചേക്കാണ്. ഇത്രയും കൂടെ പോയി കഴിഞ്ഞാൽ കിക്കെത്തി ഗൈസ്. അപ്പൊ ഫ്രണ്ട്സ്, ഞങ്ങളിവിടെ കിക്കിലെത്തി. ഇനി കിക്കിന്റെ അകത്തേക്ക് കയറാൻ പോവുകയാണ്. അപ്പൊ ഞങ്ങൾ മൊബൈലിന്റെ സ്റ്റാൻഡിലെ ഊരി ബാഗിൽ എത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ്. കിക്കി ചിന്തിക്കണം. ഇവിടെയാണെങ്കിൽ പച്ചക്കറി ഒഴികെ ബാക്കി എന്ത് ഇവിടെ കിട്ടും. ലൈക്ക് പച്ചക്കറി, വെജിറ്റബിൾസ്, നോൺ വെജ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴികെ ബാക്കി എല്ലാം ഇവിടെ കിക്കി കിട്ടും. ഡ്രസ്സ്, സ്റ്റേഷനറീസ് ഒക്കെ.
ഇപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി വിലയുടെതല്ലാതെ ചെറിയ വിലയുടെ കുറെ സാധനങ്ങളാണ് ഞങ്ങളിപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്നാലും അതിനുള്ളിലേക്ക് കയറിയിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ അമ്മയ്ക്ക് ഒരു ഫ്രോക്കും ഡാഡിക്ക് ഒരു ടീഷർട്ടും എടുത്തു. അപ്പം കറക്റ്റ് സമയത്ത് അമ്മ വീഡിയോ കോൾ വിളിച്ചു. സോ ഇനിയിപ്പോൾ ഞങ്ങൾക്കൊരു ഡ്രസ്സ് എടുത്തോളാം ചോദിച്ചാൽ അമ്മ പറഞ്ഞു എടുത്തോളാൻ പറഞ്ഞു. സോ ഞങ്ങൾ ഇനിയിപ്പോൾ അതെടുക്കാൻ പോവുകയാണ്. ഇത് അവർക്ക് മേടിച്ച് നമ്മൾ സർപ്രൈസ് ആയിട്ട് തന്നെ വയ്ക്കും. അപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് ഡ്രസ്സ് നോക്കിയിട്ട് എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഇവള് നോക്കുന്നു. ഇനിയിപ്പോൾ ഇഷ്ടപ്പെട്ടില്ല ഞങ്ങൾ എന്നേലുമൊക്കെ എടുത്തിട്ട് ഇറങ്ങും. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ കിക്കിന്ന് ഇറങ്ങി. അപ്പൊ കിക്കി ഒരുത്തി എന്നെ മുടിച്ചു ഗൈസ്. എന്നെ കൂടെ ചോക്ലേറ്റ് മേടിപ്പിച്ചു ഗൈസ്. അപ്പൊ നമുക്ക് ഞാൻ വലിയ കാര്യമായിട്ട് 100 യൂറോ എനിക്കൊരു പിയാനോ മേടിക്കാനായിട്ട് വെച്ചിരുന്നതാണ്. അതിന്റെ കാര്യം തീരുമാനമായി കിട്ടി. ഇനി എത്ര യൂറോ ഉണ്ട് വെച്ചാൽ ഇനി 90 യൂറോ 93 യൂറോ സംതിങ് എങ്ങാണ്ട് ഉള്ളു കേട്ടോ. ഇനി അത്ര ഇല്ല ഗൈസ്. കഴിക്കുന്നുണ്ടോ? കഴിച്ചില്ലല്ലോ. ഇനി നമുക്ക് പെന്നിങ്ങോ അങ്ങനെ ഒരു കട കൊണ്ട് അവിടുന്ന് എന്തെങ്കിലും വേണമെന്ന്. അവിടെ ചിലപ്പോഴേ വാങ്ങുള്ളൂ. അവിടെ ചിലപ്പോഴേ വാങ്ങുള്ളൂ. സമാധാനം ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ചുമ്മാ ഇങ്ങനെ ഐഡിയയിലേക്ക് നടക്കാം. ഇനി ശരി എന്നാ ഗൈസ്, നമ്മളിനി പെന്നിയിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ പെണ്ണിന് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ജസ്റ്റ് കോക്കനട്ട് പൂളി മേടിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് ഓരോ മേടിച്ചിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഓരോന്ന് കഴിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ ഞങ്ങൾ പാർക്കിലൊന്ന് കയറിയൊക്കെ അപ്പോൾ ഞങ്ങൾ എന്തായാലും പോവാം. അപ്പോൾ ശരി, ഇന്നത്തെ വീഡിയോ ഇത്ര ലൈക്ക് ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ബൈ.